ഡോക്ടർ പട്ടതിരിപ്പാട് അങ്ങേക്ക് അറിയുന്ന പോലെ ഈ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുമ്പം 50% ഈ ട്രേഡിംഗ് ആപ്പിലൂടെ ആൾക്കാർക്ക് പൈസ പോയി. ഒരു 400 കോടിയിലധികം മലയാളികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നല്ല പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്, വളരെ കൺവിൻസിംഗ് ആയിട്ട് ഒരു പെരുമാറുന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പം ഈ അറസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാറില്ല. നമുക്ക് ഒരുപാട് അറിയാമെന്ന് തോന്നുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ പോയി പെട്ടുപോകുന്നു. അപ്പോൾ ഈ പാർവതിയുടെ കേസ് പാർവതി എനിക്കൊന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ, അല്ലെ അന്താരാഷ്ട്ര ആയുധ കള്ളക്കടത്തിന്റെ നേതാവായിട്ട് ഭാവി ചരിത്രം വിധി എഴുതിയേനെ. ഓക്കെ, ബിഷപ്പ് പറഞ്ഞ കേസ് അതുപോലത്തെ ഒരു 50 എണ്ണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ടോ? അത് ഞാനായിട്ട് അന്വേഷിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ ഞാൻ ഡിജിറ്റൽ അറസ്റ്റ് മാത്രമാണ് പറയണത്, ബാക്കിയുള്ളതൊന്നും അല്ല. ഇപ്പൊ മാലാപാർവതിയുടെ കേസിൽ ഡിജിറ്റൽ അറസ്റ്റ് അല്ല, മറ്റേ ബിഷപ്പിന്റെ കേസിലാണോ? ബിഷപ്പിന്റെ കേസാണ് ഞാൻ എടുക്കുന്നത്. അതുപോലത്തെ ഒരു 50 ആ വ്യക്തികളെങ്കിലും എന്നെ വിളിച്ചു. പൈസ പോയവരാണോ? പൈസ പോയവരും പൈസ പോവാത്തവരും ഉണ്ട്. അതിൽ പൈസ പോവാത്ത ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടി, ഭാഗ്യവതി ആയിട്ടുള്ള കുട്ടി ഈ സ്റ്റുഡിയോന്റെ തൊട്ടടുത്താ. മണിയുടാണോ? മണിയുടെ അടുത്താണ് അവരുടെ വീട്. പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവര് ഇതിന്റെ അടുത്താണ്, ഏതാനും കിലോമീറ്റർ അകലെയാണ്. ബ്രില്യന്റ് ആയിട്ട് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു അതൊക്കെ ആൾക്കാർ ഒരു മോഡലായിട്ട് വർക്ക് ചെയ്യാമല്ലോ. അത് അവര് ഈ ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്, അല്ലെങ്കിൽ മാലാപാർവതി പറഞ്ഞ പോലെ തന്നെയായിരുന്നു പോക്ക്. ഒരു സ്റ്റേജ് എത്തിയപ്പോ അവർക്ക് ഒരു ഉൾവിളി വരികയാണ്, ഇത് തട്ടിപ്പാണോ? അവര് ഫോൺ കട്ട് ചെയ്തിട്ട്, ഇനി എന്ത് വന്നാലും വിചാരിച്ച ഫോൺ കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ഈ സ്റ്റോറിയൊക്കെ ഇപ്പം മാലാപാർവതി പറഞ്ഞ അതേ സ്റ്റോറി ഇങ്ങനെ പറയാണ്. ഇത്തരം വിക്ടിംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പറയണത് മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം എന്നാണ്. കേട്ടുകൊണ്ടിരുന്ന ഒരു അവസാനം അപ്പം ഞാൻ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോടെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാത്രി ഇന്നൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും ആദ്യം, അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ഒന്നും പറ്റില്ല, എന്ത് അറസ്റ്റ് ഉണ്ടായാലും അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വാസത്തിലാണ് അത് പറഞ്ഞത്. ഇത് 100%. പിന്നെ ഇതൊന്ന് ഒരു കേസ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കേസ് പറയാം. ബിഷപ്പ് പറഞ്ഞ എക്സാക്ട്ലി സെയിം കേസ്. ബിഷപ്പിന് ഇത് പറ്റിയത് മനസ്സിലാക്കാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പറ്റിയാലോ? കേരളത്തില് തന്നെ 42,20,000 രൂപ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പോയി എന്ന് പറഞ്ഞാലോ, ഇദ്ദേഹത്തിന് 11 ലക്ഷം അല്ലേ പോയുള്ളൂ? 13 ലക്ഷം അല്ലേ മനപ്രയാസവും. മറ്റത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് 42 ലക്ഷവും 3 ടൈംസ് മനപ്രയാസവും. കാരണം ഇതെല്ലാം അറിയാം. എത്ര മണിക്കൂർ ഇരുത്തിയത്? ഒരു 5-6 മണിക്കൂർ. 6 മണിക്കൂർ ഇരുത്തി. 20 മണിക്കൂറോളം. പക്ഷെ അതിന് എനിക്ക് ഒരു സൺഡേ വന്നു, ശനിയാഴ്ച വൈകുന്നേരം വിളിക്കുന്നത്. അപ്പൊ സൺഡേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രീസ്റ്റാണ്, എനിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ ഒക്കില്ല. അപ്പൊ അവർ എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുക. എനിക്ക് യാതൊരു പള്ളിയിൽ പൊക്കോ, പക്ഷെ ആരോടും ഒന്നും പറയരുത്, ഫോൺ ഇങ്ങനെ തന്നെ ഇരുന്നോണെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി ആരോടും മിണ്ടിയില്ല, തിരിച്ചു വന്നാണ് എന്റെ വേർഡിക്റ്റ് പറയുന്നത്. ഡിജിറ്റൽ അറസ്റ്റിന്റെ പുറകിൽ, ഡിജിറ്റൽ അറസ്റ്റ് കേസുകളിലെല്ലാം ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിനെയാണ് മിസ്യൂസ് ചെയ്യണത്. അതൊരു പോയിന്റ് ആക്കി എടുത്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം ഇന്ത്യൻ പോലീസ് സിസ്റ്റം. അതെ. മാത്രമല്ല സാർ, ഇതിനകത്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ ഒരു സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിവരം ചോദിക്കാൻ വേണ്ടി പോലീസുകാർ വിളിച്ചാല് പഞ്ചായത്ത് ദിവസമെങ്കിലും വിളിച്ച ആളിൽ പോകും. കാര്യം അവിടെ ചെന്നാൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടിയിൽ ആൾക്കാർ വർക്ക് ചെയ്യും. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന എല്ലാവരെയും ഞാൻ പോലീസിലേക്ക് അയക്കും. നിങ്ങളിത് 100% റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പണം പോയാലും ഇല്ലെങ്കിലും. ഞാൻ 100% എന്ന് പറയാൻ കാര്യം, ഇതിൽ ഒരു പകുതി പേർക്കേ പണം പോയിട്ടുള്ളൂ, ബാക്കി പകുതി പേർക്ക് പണം പോയിട്ടില്ല. അവർ ബ്രില്യൻ്റ് ആയിട്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാവരും കട്ട് ചെയ്ത് ചോദിക്കട്ടെ. ഇപ്പം അങ്ങനെ ഒരു IT വിദഗ്ധനാണ് ചോദിക്കുക, ഒരു ഡിജിറ്റൽ വിദഗ്ധൻ എന്നുള്ളതിൽ ഇപ്പം ഇങ്ങനെ സംസാരിച്ച് വെക്കുമ്പോൾ ഒരു പൈസ ട്രാൻസ്ഫറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക? കാരണം ഈ ബാങ്ക് പെട്ടെന്ന് എടുത്ത് ട്രാൻസ്ഫർ ചെയ്തൊന്നുമില്ലല്ലോ ഇത്. കാരണം ഇതിന്റെ വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിയറസ്റ്റ് സൈബർ സെല്ലിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ് ഏറ്റവും വേണ്ടത്. 1930 അത് 1930 വിളിക്കുകയാണ് ഏറ്റവും നല്ലത്. ചെയ്തു കഴിഞ്ഞാൽ മറക്കണ്ട 1930 അതിലേക്ക് വിളിക്കാം. ഇനി അതും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ സിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കയറി ചെന്ന് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ പറഞ്ഞാൽ അതിനകത്തൊരു ഗോൾഡൻ അവർ ഉണ്ടോ? ഗോൾഡൻ അവർ ഉണ്ട്. 15-20-25 മിനിറ്റ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് 15-20 ആ മിനിറ്റിനുള്ളിലാണെങ്കിൽ
പറയുന്ന ഈ ഗോൾഡൻ ട്രാൻസ്ഫർ പലതും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കേസുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർക്ക് ഇതേപോലെ പോയ പണം പോയി എന്ന് മനസ്സിലാക്കി ആ സെക്കൻഡിൽ ആ ലേഡി എന്നെ വിളിച്ചു. ആ അടുത്ത സെക്കൻഡിലെ ലേഡി എന്നെ വിളിച്ചു. കാരണം എത്രയോ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ഇതാണ്. അപ്പോൾ വിനോദേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തു. 5 ദിവസം 6 ദിവസത്തിനുള്ള ആ പണം തിരിച്ചു വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.